dear students, welcome back to National Academy. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ NIOS ബയോളജിയിലെ 8ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. നമ്മുടെ NIOS +2 പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും പഠിക്കാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജിയിലെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഈ ചാപ്റ്ററിൽ മെയിൻലി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പ്ലാന്റ്സിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സുകളാണ്. അതായത് പ്ലാന്റ്സിലെ മിനറൽസിൻ്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ട്രാൻസ്പിരേഷൻ, പ്ലാന്റ്സിനകത്ത് നടക്കുന്ന ട്രാൻസ്പിരേഷന്, അതുപോലെ അബ്സോർപ്ഷൻ. ഓക്കെ, ആദ്യം അബ്സോർപ്ഷൻ നടക്കും, പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യും, പിന്നെ ട്രാൻസ്പിരേഷൻ നടക്കും. ഇങ്ങനെ ഈ ഒരു 3 പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോസസ്സുകളൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ദ പെർമിബിലിറ്റി. പെർമിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെംബ്രെയിനിന് അല്ലെങ്കിൽ ഒരു വാളിന് അല്ലെങ്കിൽ ഒരു മെംബ്രെയിനിന് അതിലൂടെ ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കിൾസ് കടത്തി വിടാനുള്ള അതിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ അതിനെ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെർമിബിലിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെംബ്രെയിൻ ദാറ്റ് അലോ ദ പാസേജ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ ഇറ്റ്. അതിലൂടെ മറ്റ് സബ്സ്റ്റൻസുകളെ പാസ് ചെയ്യാൻ അലോ ചെയ്യുന്ന അതിൻ്റെ ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിൻ്റെ റാൻഡം മൂവ്മെൻറ്റ് വഴി അവർ ഇൻ്റർമിക്സ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻ്റർമിംഗ്ലിംഗ് ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷനിലെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനുള്ള ഭാഗത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തേക്ക് ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ ഒരു സെമി പമ്പൺ മെംബ്രെയിനിലൂടെ പാസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ സെല്ലിനകത്തുള്ള വാട്ടറിൻ്റെ കണ്ടന്റ് പുറത്തുള്ള വാട്ടറിൻ്റെ കണ്ടന്റിനെ അപേക്ഷിച്ച് ചിലപ്പം കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ വാട്ടർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഹയർ കോൺസെൻട്രേഷനുള്ള ഭാഗത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രഷർ വേണം, അല്ലെ? അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പ്രഷർ വേണം. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡിഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ചില പ്ലാന്റ്സുകൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ പുറത്തെ വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലാവുന്ന സമയത്ത് ഈ വെള്ളം എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടറിന്റെ കണ്ടന്റ് കൂടുന്ന സമയത്ത് ഈ വാട്ടർ ഇത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഇംബൈബിഷൻ എന്ന് പറയുന്നത്. ഇംബൈബിഷൻ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ മഴക്കാലം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മരത്തടികളൊക്കെ ചീർത്ത് വരാറുണ്ട്, അല്ലെ? നമ്മുടെ വാതിൽ, അതുപോലെ തന്നെ വാതിലിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചീർത്ത് വരാറുണ്ട്. ഈ വെള്ളം എന്താണ്, വെള്ളം അബ്സോർബ് ചെയ്തിട്ടാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ വെള്ളത്തിന്റെ അളവ് കൂടാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഈ മരത്തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്തേക്ക് വെള്ളം എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് അതെന്ത് ചെയ്യുന്നത്, സ്വെല്ല് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് വാതിലൊക്കെ അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇംബൈബിഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ കേസിൽ ഇംബൈബിഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംബൈബിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സീഡിന്റെ ജെർമിനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സീഡ് മെച്ചുർ ആയി കഴിഞ്ഞാൽ ആ സീഡ് വാൾ സ്വെല്ല് ചെയ്തിട്ട് സീഡ് വാൾ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇംബൈബിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പ്ലാന്റ്സിന്റെ കേസിൽ ഇംബൈബിഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സീഡിന്റെ ജെർമിനേഷനും സീഡ് കോട്ടിന്റെ ബ്രേക്കിങ്ങും ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ വാട്ടർ പൊട്ടൻഷ്യൽ. എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ദ വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ഓഫ് വാട്ടർ മോളിക്യൂളിന്റെ എനർജിയാണ്, അല്ലെങ്കിൽ ടെൻഡൻസി ഓഫ് വാട്ടർ മോളിക്യൂൾ ടു ലീവ് എ സിസ്റ്റം. ഒരു സിസ്റ്റം ലീവ് ചെയ്യാനുള്ള വാട്ടർ മോളിക്യൂളിന്റെ ടെൻഡൻസിനെയാണ് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ വാട്ടർ പൊട്ടൻഷ്യലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സൈ എന്ന് പറയുന്ന ഒരു സിമ്പൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വാട്ടർ പൊട്ടൻഷ്യലിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷനും വാട്ടർ പൊട്ടൻഷ്യലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ പ്രഷറും വാട്ടർ പൊട്ടൻഷ്യലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്യൂർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ സൊല്യൂട്ട് അതിനകത്ത് പ്രസന്റ് ആണെങ്കിൽ, ഒരു വാട്ടറിനകത്ത് കൂടുതൽ സൊല്യൂട്ട് പ്രസന്റ് ആണെങ്കിൽ അതിൻ്റെ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറവായിരിക്കും. സാധാരണ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, <0 ആയിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും സാധാരണ സൊല്യൂഷൻസിൻ്റെ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്ലാന്റ്സിനകത്ത് ഈ പ്ലാന്റ്സിന്റെ സെല്ലിനകത്ത് പ്രോട്ടോപ്ലാസ്മം എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ഈ പ്രോട്ടോപ്ലാസ്മം നമ്മുടെ സെല്ലിന്റെ വാളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രഷറിനെയാണ് നമ്മൾ ടേർഗർ പ്രഷർ എന്ന് പറയുന്നത്.
നമ്മുടെ സോയിലിനകത്ത് പല ടൈപ്പ് വാട്ടർ അവൈലബിൾ ആണ് അല്ലേ? സോയിലിനകത്ത് പല ടൈപ്പ് വാട്ടർ അവൈലബിൾ ആണ്. മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പാണ്. ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ വാട്ടർ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആൻഡ് കാപ്പിലാരി വാട്ടർ. ഈ 3 ടൈപ്പ് ഓഫ് വാട്ടർ ആണ് മെയിൻലി നമ്മുടെ സോയിലിനകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സോയിലിനകത്തുള്ള ഈ വാട്ടർ സോയിൽ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ഓക്കെ, അബ്സോർബ് ചെയ്യുന്നത് മെയിൻലി റൂട്ട്സിലൂടെയാണ് അല്ലേ? റൂട്ടിലൂടെയാണ് നമ്മൾ സോയിൽ എന്ത് ചെയ്യുന്നത്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. മെയിൻലി റൂട്ടിലൂടെ ആ സോയിൽ അത് വാട്ടർ എടുക്കുന്നത് ഓസ്മോസിസ് എന്ന പ്രോസസ്സിലൂടെയാണ്. കാരണം മണ്ണിനകത്ത് വാട്ടറിൻ്റെ അളവ് കൂടുതലായിരിക്കുമ്പോൾ മണ്ണ് എന്ത് ചെയ്യും, മണ്ണിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ ഉള്ളിടത്തേക്ക് ലോവർ കോൺസെൻട്രേഷനുള്ള സോയിലിനകത്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എന്ത് ചെയ്യാൻ തുടങ്ങും, പാസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ സോയിലിലെ പ്ലാന്റ്സിൻ്റെ റൂട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഈ അബ്സോർബ് ചെയ്ത വാട്ടർ നമ്മുടെ സെല്ലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ സെൽവാളിനകത്തുള്ള പ്രോട്ടോപ്ലാസ്മത്തിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, ആ സെൽവാളിനകത്ത് എന്ത് ചെയ്യും, ഒരു ടർഗർ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ അബ്സോർബ് ചെയ്ത വാട്ടർ മുകളിലേക്ക് എത്തിക്കണ്ടേ, റൂട്ടിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നത് സൈലത്തിലൂടെയാണ്. എപ്പോപ്ലാസ്റ്റ് പാത്വേ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ വാട്ടർ നമ്മുടെ റൂട്ടിൽ നിന്ന് ബാക്കി എല്ലാ ഭാഗത്തേക്കും പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, സൈലത്തിലൂടെയാണ്. ആ പാത്തിനെയാണ് നമ്മൾ എപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ സൈലത്തിന്റെ മൂവ്മെന്റ്, അതായത് സൈലത്തിലൂടെയുള്ള നമ്മുടെ ഈ വാട്ടറിന്റെ മൂവ്മെന്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊഹിഷൻ ടെൻഷൻ തിയറി വെച്ചിട്ടാണ്. ഒരുപാട് തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറിയാണ് കൊഹിഷൻ ടെൻഷൻ തിയറി എന്ന് പറയുന്നത്. കൊഹിഷൻ ടെൻഷൻ തിയറി എന്ന് പറയുന്നത്, ഈ ഒരു തിയറി പറയുന്നത് ദ വാട്ടർ മൂവ് അപ്പ് ത്രൂ ദ സൈലം വെസൽ ടു ദ ലീഫ് അലോങ് ദ വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ അതായത് കൊഹിഷൻ ടെൻഷൻ തിയറി പറയുന്നത് നമ്മുടെ സൈലത്തിലൂടെ വാട്ടർ റൂട്ടിൽ നിന്ന് പ്ലാന്റ്സിന്റെ ലീവ്സ് വരെയുള്ള എല്ലാ ഭാഗത്തേക്കും പോകുന്നത് അവിടെയുള്ള ഒരു പ്രഷർ ഗ്രേഡിയന്റിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഈ പ്രോട്ടോപ്ലാസ്മത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രോട്ടോപ്ലാസ്മം എന്ത് ചെയ്യും, സെല്ലിന്റെ അകത്തേക്ക്, സെല്ലിന്റെ വാളിലൊരു ടർഗർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാൾ പ്രഷറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ടർഗർ പ്രഷറിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പ്രഷറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രഷർ ഗ്രേഡിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, അപ്പോപ്ലാസ്റ്റിക് പാത്വേ നടക്കുന്നത് എന്നാണ് നമ്മുടെ കൊഹിഷൻ ടെൻഷൻ തിയറി പറയുന്നത്. ഇങ്ങനെ ഇനി അബ്സോർബ് ചെയ്ത ഈ വാട്ടറിനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് കൂടുതലായി കഴിഞ്ഞത് പുറത്തേക്ക് കളയണം അല്ലെ? അങ്ങനെ പുറത്തേക്ക് കളയുന്ന വാട്ടറിന്റെ ആ ഒരു ഇവാപ്പറേഷനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിരേഷൻ ഈസ് ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇൻ ദ ഫോം ഓഫ് എ വാട്ടർ വേപ്പർ. അതായത് നമ്മുടെ പ്ലാന്റ്സിന്റെ ഏരിയൽ പാർട്ടിലുള്ള വാട്ടറിനെ നമ്മൾ പുറത്തേക്ക് ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പിരേഷൻ ലീവ്സിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരാറുണ്ട് അല്ലെ? ചില ലീവ്സിന്റെ അറ്റത്തൊക്കെ നമ്മൾ വെള്ളം കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലീവ്സിലൂടെയുള്ള വാട്ടർ റിലീസ് ചെയ്യുന്നത് ലിക്വിഡ് ഫോമിലായിരിക്കും. അതിന് നമ്മൾ ഗട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗട്ടേഷൻ? ഓക്കെ, പിന്നെ ട്രാൻസ്പിരേഷൻ നമ്മുടെ പ്ലാന്റ്സിൽ 3 പ്ലേസസിലൂടെയാണ് ട്രാൻസ്പിരേഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ക്യൂട്ടിക്കിൾ, സെക്കൻഡ് വൺ ഈസ് ദ ലെൻറ്റിക്കിൾ ആൻഡ് തേർഡ് വൺ ഈസ് ദ സ്റ്റൊമാറ്റ. ഈ 3 പാർട്ടിലൂടെ ആയിരിക്കും വാട്ടറിന്റെ ട്രാൻസ്പിരേഷൻ മെയിൻലി നമ്മുടെ പ്ലാന്റ്സിൽ നടക്കുന്നത്. അത് മാത്രമല്ല 2 സ്റ്റേജസിലൂടെയാണ് ട്രാൻസ്പിരേഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സെൽ വാൾ ഓഫ് ദ മീസോഫിൽ സെല്ല്. അതായത് മീസോഫിൽ സെല്ലിന്റെ സെൽവാളിൽ നിന്ന് ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ആദ്യം വാട്ടറിന്റെ ഇവാപ്പറേഷൻ നടക്കും. രണ്ടാമത്തെ സ്റ്റേജിലാണ് ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, ഇന്റർസെല്ലുലാർ സ്പേസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. ഇങ്ങനെ 2 സ്റ്റേജിലാണ് നമ്മുടെ വാട്ടറിന്റെ ട്രാൻസ്പിരേഷൻ നടക്കുന്നത്. ആദ്യം നമ്മുടെ സെൽവാളിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടർ ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് വരും. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ വാട്ടർ എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 2 സ്റ്റേജിലായിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ റിലീസ് ചെയ്യുന്നത്. ഈ അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ റിലീസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്യൂട്ടിക്കിളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ലെൻറ്റിക്കിളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റൊമാറ്റോയിലൂടെ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പണിങ്ങിലൂടെ ആയിരിക്കും നമ്മുടെ വാട്ടർ പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ ചില ചെടികളുടെ അറ്റത്ത്, ഇലയുടെ അറ്റത്തൊക്കെ മഴത്തുള്ളികൾ കാണാം, തുള്ളി വെള്ളം പോലത്തെ സംഭവം കാണാറുണ്ട് അല്ലേ? അതൊക്കെ ഈ ട്രാൻസ്പിരേഷന്റെ എക്സാമ്പിൾ ആണ്. ഈ ട്രാൻസ്പിരേഷൻ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. ഒന്ന് അവിടുത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കും. അതുപോലെ തന്നെ ലൈറ്റ്, വിൻഡ്, ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ നമ്മുടെ ട്രാൻസ്പിരേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലീഫ്, റൂട്ട് ഷൂട്ട് റേഷ്യോ, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ലീഫ്, റൂട്ട് ഷൂട്ട് റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രാൻസ്പിരേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഈ ട്രാൻസ്പിരേഷനിലൂടെ അസെൻഡ് സാപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമല്ല, നമ്മുടെ പ്ലാന്റ്സിന് അത് സേവ് ചെയ്യുന്നുണ്ട്. അതായത് ഹീറ്റ് ഇഞ്ചറി വരുന്ന കേസിൽ, അങ്ങനെയുള്ള കേസിലൊക്കെ, അല്ലെങ്കിൽ ഹീറ്റ് ഇഞ്ചറീസിൽ നിന്നൊക്കെ നമ്മുടെ പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ ട്രാൻസ്പിരേഷൻ, നമ്മുടെ പ്ലാന്റിനകത്ത് വാട്ടർ എക്സീഡ് ആയി കഴിഞ്ഞാൽ, വാട്ടർ കൂടി കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വാട്ടർ കളയാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ടെമ്പററി വിൽറ്റിംഗ് എന്ന് പറയുന്നത്. അതായത്
ടെമ്പററി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണത്. കാരണം പ്ലാന്റ്സിനകത്ത് വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലാവുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സീഡ് ആവുന്ന സമയത്ത് അത് വാട്ടറിന് എന്ത് ചെയ്യും, ലോസ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ടെമ്പററി വിൽറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ചില കേസിൽ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന സമയത്തും വാട്ടർ ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെർമനന്റ് വിൽറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ്. മെയിൻലി നമ്മൾ നോക്കിയത് 3 കാര്യങ്ങളാണ്. ഒന്ന് വാട്ടറിന്റെ അബ്സോർപ്ഷൻ നോക്കി, 2 അതിന്റെ ട്രാൻസ്പോർട്ട് നോക്കി, 3 അതിന്റെ ട്രാൻസ്പിറേഷൻ നോക്കി. ഇങ്ങനെ 3 പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിൻലി ചോദിക്കാനുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തത് ഡെഫിനിഷൻസ് ആണ് അല്ലേ. പല ടൈപ്പ് ഡെഫിനിഷൻ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. എന്താണ് ട്രാൻസ്പിറേഷൻ, എന്താണ് ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്താണ്, കൊഹിഷൻ ടെൻഷൻ തിയറി എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫറൻസ് ചോദിക്കാം. ഇപ്പം നമ്മളെ ടർഗോ പ്രഷറും മറ്റേ പ്രഷർ ഗ്രേഡിയൻറ്റ്, ടർഗോ പ്രഷർ, വാൾ പ്രഷർ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ 8th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ബ്രീഫായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഡീറ്റെയിൽ സ്ക്രീന് ഷെയർ ചെയ്ത ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നാഷണൽ അക്കാഡമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.